ഭരണഘടനാ ദിനം എന്നാണ്? ഭരണഘടനാ ദിനം എന്താണ്? നവംബർ 26 ആണ് ഭരണഘടനാ ദിനം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ സഭയിലെ മലയാളികളുടെ എണ്ണം എത്രയായിരുന്നു? ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കിംഗ് ബോഡി ഇത് രൂപീകരിച്ചപ്പോൾ മലയാളികളുടെ എണ്ണം എത്രയായിരുന്നു? 17 എണ്ണമായിരുന്നു. അടുത്ത്, ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കുവാൻ എടുത്ത സമയം എത്രയായിരുന്നു? ഓപ്ഷൻ ബി ആണ് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടനയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി, ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി എടുത്ത സമയം. അടുത്ത്, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ആയത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ആയത്. അടുത്ത്, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ആണ് JB കൃപാലിനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അടുത്ത്, 1950 ജനുവരി 24 എന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ജനുവരി 24 1950 ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ച ദിവസമാണ് 1950 ജനുവരി 24. നമ്മൾ എക്സാമിന് ദേശീയ ഗാനം അംഗീകരിച്ച ദിവസം എന്നാണ് തിരിച്ചായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ച ദിവസമാണ് 1950 ജനുവരി 24. അടുത്ത്, ആധുനിക മനു, ഭരണഘടനയുടെ പിതാവ് എന്നീ വിശേഷണങ്ങളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അംബേദ്കറിനെയാണ് ആധുനിക മനു, ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെയുള്ള വിശേഷണങ്ങളാൽ അറിയപ്പെടുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഇവരിൽ ആരാണ്? താഴെ പറയുന്നവരിൽ ആരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നത്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഓപ്ഷൻ ഡി ആണ്. അത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനുമാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പിയായി നമ്മൾ കരുതുന്നത്. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ആമുഖം, പ്രിയാമ്പിൾ ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോഴുണ്ടായിരുന്ന രാഷ്ട്രപതി. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? ആദ്യമായി ഉന്നയിച്ചത് BN റാവു ആണ്. ആമുഖത്തെക്കുറിച്ചാണ്, ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്നുള്ള ആശയം ആദ്യമായി ഉന്നയിച്ചത് BN റാവു ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ സി ആണ്. അമേരിക്കയിൽ നിന്നാണ്. പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടത്. നോക്കാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. അത് ശരിയാണ്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. അതും ശരിയാണ്. ഇതിൽ ഓപ്ഷൻ ഡി നോക്കിയേ. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ ആണ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത്. ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ഇതൊക്കെ ശരിയാണ്. ഓപ്ഷൻ സി നോക്കിയേ. ഭരണഘടന ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് രാജേന്ദ്ര പ്രസാദ് എന്നുള്ള കാര്യം തെറ്റാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷിയാണ്. KM മുൻഷിയാണ് ഭരണഘടനയെ, കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതു മുതൽ ഏതു വരെയാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. അടുത്ത് നോക്കാം. ഇന്ത്യ ഏക പൗരത്വം അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം കടമെടുത്തത് ഏതു രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത്. ഇന്ത്യൻ പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയതെന്നാണ്?
1955 ഇന്ത്യൻ പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത്. ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ച ശേഷം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം? ഓപ്ഷൻ ഡി ആണ് 5 വർഷമാണ്. 5 വർഷം വരെ ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത് നോക്കാം. ഭരണഘടനാ അസംബ്ലിയുടെ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ഇനി പറയുന്നവയിൽ ആരായിരുന്നു? ഭരണഘടനാ അസംബ്ലിയുടെ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ആരായിരുന്നു? വല്ലഭായ് പട്ടേലാണ്. വല്ലഭായ് പട്ടേലാണ് ഭരണഘടനാ അസംബ്ലിയുടെ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചിരുന്നത്. അടുത്ത് നോക്കാം. ഭരണഘടനാ അസംബ്ലിയുടെ പശ്ചാത്തലത്തിൽ ഇനി പറയുന്ന നിരീക്ഷണങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ശരിയായിട്ടുള്ളത് ജനസംഖ്യയായിരുന്നു സീറ്റ് വിഭജനത്തിന്റെ അടിസ്ഥാനം. അത് ശരിയാണ്. ഭരണഘടനാ അസംബ്ലിയുടെ ഘടന ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരുന്നു. ഇത് രണ്ടും ശരിയാണ്. 2ഉം 3ഉം ആണ് ശരി. ഭരണഘടനാ അസംബ്ലിയിൽ അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു, നേരിട്ടല്ല തിരഞ്ഞെടുത്തിരുന്ന, 1 ഇവിടെ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവത്തിൽ നിന്നാണ് ഈ വാക്കുകൾ പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെങ്കിൽ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്നുള്ളത്. അടുത്ത് നോക്കാം. താഴെ പറയുന്നവരിൽ ആരായിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേഷ്ടാവ്? ആരായിരുന്നു? BN റാവു ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ മതേതര സ്വഭാവം പ്രദാനം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രം എന്നാണ്. അപ്പൊ ഈ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഈ രാഷ്ട്രീയത്തിന്റെ മതേതരത്വ സ്വഭാവം പ്രകടമാക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ആമുഖമാണ്, പ്രിയാമ്പിൾ ആണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്ന വാചകം ഏതാണ്? ഭരണഘടന ആരംഭിക്കുന്ന വാചകം ഏതാണ്? നമ്മൾ മനുഷ്യർ, അല്ലെങ്കിൽ വി ആർ പീപ്പിൾസ് ഓഫ് ഇന്ത്യ, അങ്ങനെ പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കാത്ത നിബന്ധനകൾ ഏതാണ്? പരാമർശിക്കുന്നതും പരാമർശിക്കാത്തതും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സാഹോദര്യം, ജനാധിപത്യം, സമത്വം ഒക്കെ പരാമർശിക്കുന്നതാണ്. ഫെഡറലിസം എന്നുള്ള പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കാത്തതാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ഏത് പദമാണ് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആശ്രിതത്വമോ ആധിപത്യമോ അല്ല, മറിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് സൂചിപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ കേട്ടെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ഏത് പദമാണ് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആശ്രിതത്വമോ ആധിപത്യമോ അല്ല, മറിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് സൂചിപ്പിക്കുന്നത്? ആമുഖത്തിലെ ഏത് പദമാണ്? ഓപ്ഷൻ സി ആണ്. പരമാധികാരം. പരമാധികാരിയല്ല കേട്ടോ, പരമാധികാരം എന്നുള്ള പദമാണ്. ഓപ്ഷൻ സി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്. MN റോയ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ആദ്യമായി ആവശ്യപ്പെട്ട പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 ഏപ്രിൽ 22-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. ക്യാബിനറ്റ് മിഷന് രൂപം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്. ക്ലെമന്റ് ആറ്റ്ലി ആണ് ക്യാബിനറ്റ് മിഷന് രൂപം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 ആണ്. ഓപ്ഷൻ എ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389 ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളിയായ വനിതകൾ ആരാണ്? മലയാളിയായ വനിതകൾ അമ്മു സ്വാമിനാഥൻ, ആനി മസ്കിൻ, ദാക്ഷായണി വേലായുധൻ, ഇവരെല്ലാവരും ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളിയായ വനിതകളായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവരെല്ലാം എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, പാകിസ്ഥാൻ രൂപീകരണ ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള ആൾക്കാരിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ പാകിസ്ഥാന്റെ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്രയായിരുന്നു? 299 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്. HP മോഡിയാണ്. HP മോഡിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധിയായിരുന്നത്.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നായിരുന്നു? 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒന്നാം സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 9 വനിതകളാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ നേരത്തെ കണ്ടത് മലയാളി വനിതകൾ 3 പേരാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണമാണെങ്കിൽ 9. മലയാളി വനിതകളാണ് നമ്മൾ നേരത്തെ കണ്ട അമ്മു സ്വാമിനാഥനും ആനി മസ്കീനും ദാക്ഷാണി വേലായുധനും ഒക്കെ. ഓക്കെ, അടുത്ത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്, പക്ഷെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അല്ലേ. അടുത്ത്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, രാജേന്ദ്ര പ്രസാദ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സിൻഹയാണ്. ഇത് ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു. പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച വർഷവും ദിവസവും. ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്ന തീയതി ഏതാണ്? 1946 നവംബർ 26 എന്നുള്ള ദിവസമാണ്. ഈ ഒരു തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്ന തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്, നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ആകെ പദങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനയുടെ ആമുഖത്തിലെ ആകെ പദങ്ങൾ എത്രയാണുള്ളത്? 85 പദങ്ങളാണ് ഉള്ളത്. 85 പദങ്ങളാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖത്തിലെ ആകെ പദങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ആത്മാവ്, ഹൃദയം, താക്കോല് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ്, നെഹ്റു ആണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന ഭരണഘടനയെ വിശേഷിപ്പിച്ചു, ഹൃദയവും താക്കോലും എന്നൊക്കെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്, പ്രിയാമ്പിൾ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നറിയപ്പെടുന്നത്. രാഷ്ട്രീയത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമം ആവിർഭവിക്കുന്നത് എവിടെ നിന്നാണ്? ലോകസഭയിൽ നിന്നാണ്. ലോകസഭയിൽ നിന്നാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമം ആവിർഭവിക്കുന്നത് ലോക്സഭയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയെ എക്സ്ട്രീമിറ്റി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയെ എക്സ്ട്രീമിറ്റി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി ആണ്, പൗൾ ആപ്ലബി ആണ് എക്സ്ട്രീമിറ്റി ഫെഡറൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത്. ഭരണഘടനാ ദിനം എന്നാണ്? ഭരണഘടനാ ദിനം നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഇനി പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അനുച്ഛേദം 19 എന്താണ് പറയുന്നത്? സംസാരിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഓപ്ഷൻ സി ആണ്. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഇനി പറയുന്ന അനുച്ഛേദങ്ങളിൽ ഏതാണ് മനസാക്ഷിക്കുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 25. അടുത്ത്, സായുധ സേനയുടെ കാര്യത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദം 14, 19 പ്രകാരം നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, പാർലമെന്റ് തയ്യാറാക്കിയ നിയമം അനുസരിച്ച് മാത്രമേ ഇത് സാധുവാകുകയുള്ളൂ എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദ പ്രകാരമാണ് മനുഷ്യക്കടത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് തടഞ്ഞിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം മുഖേനയാണ്? അനുച്ഛേദം 23 മുഖേന. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള മൗലിക അവകാശം എന്ന വ്യവസ്ഥ താഴെ പറയുന്ന ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഇനി പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അനുച്ഛേദം 19 സംസാരിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സമത്വത്തിനുള്ള അവകാശം എന്നതിന് കീഴിൽ എത്ര അനുച്ഛേദങ്ങളാണുള്ളത്? സമത്വത്തിനുള്ള അവകാശത്തിന് കീഴിൽ 5 അനുച്ഛേദങ്ങളാണുള്ളത്. ഭരണഘടനയുടെ ഇനി പറയുന്ന അനുച്ഛേദങ്ങളിൽ ഏതിലാണ് സമത്വത്തിനുള്ള അവകാശം പരാമർശിച്ചിരിക്കുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ
സമത്വത്തിനുള്ള അവകാശം ഏതൊക്കെ ആർട്ടിക്കിളിലാണ് കാണപ്പെടുന്നത്? അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത്? അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? അനുച്ഛേദം 17 ആണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 3 ഓപ്ഷൻ എ ആണ് ആൻസർ. സുപ്രീം കോടതിയുടെ ഏത് കേസിലെ തീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 സാധ്യത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളുന്നതിനായി വിപുലമാക്കിയത്? ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ്? ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 സാധ്യത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളുന്നതിനായി വിപുലമാക്കിയത്. താഴെ തന്നിരിക്കുന്ന അനുച്ഛേദങ്ങളിൽ സ്ഥാനപ്പേരുകൾ റദ്ദാക്കുന്നത് അതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 18 സ്ഥാനപ്പേരുകൾ ടൈറ്റിൽസ് റദ്ദാക്കുന്നതിനെ കുറിച്ച്, അബോളിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. അടുത്ത് 2022 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ചേർത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A. ഓക്കെ, 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ 2002 ഭരണഘടനയിൽ ചേർത്ത ആർട്ടിക്കിൾ. അടുത്ത് ഇനി പറയുന്നവയിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെടുന്നത്? ഇതിൽ തെറ്റായി, അതായത് മാച്ച് ചെയ്യാത്തത് ഏത് ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. അനുച്ഛേദം 14 തൊട്ടുകൂടായ്മ ഇല്ലാതാക്കലല്ല, അത് 17 അല്ലേ? അപ്പൊ അത് തെറ്റാണ്. 1 തെറ്റാണ്. അടുത്ത് നോക്കിയേ, അനുച്ഛേദം 15 ചൂഷണത്തിനായ അവകാശം എന്നുള്ളത് തെറ്റാണ്. 3 ശരിയാണ്. അനുച്ഛേദം 16 തൊഴിലിൽ തുല്യ അവസരത്തിനുള്ള അവകാശം നൽകുന്നത്. ഇനി ശീർഷകങ്ങൾ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 17 എന്നുള്ളത് തെറ്റാണ്. നമ്മൾ മുന്നേ കണ്ടു. ആർട്ടിക്കിൾ 18 ടൈറ്റിൽസ് അബോളിഷ് ചെയ്യുന്ന, ശീർഷകങ്ങൾ നിർത്തലാക്കുന്നത്. അപ്പൊ ഈ 4th ഓപ്ഷനും ഇവിടെ തെറ്റാണ്. 1, 2, 4 തെറ്റ്, 3 ശരി. നമുക്ക് തെറ്റായി പൊരുത്തപ്പെടുന്നവയാണല്ലോ കാണേണ്ടത്. അപ്പോൾ 1, 2, 4 തെറ്റായി പൊരുത്തപ്പെടുന്നത്. അടുത്ത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ നൽകിയിട്ടുള്ളത്? ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 12 മുതൽ 35 വരെയാണ്. ക്ഷേമരാഷ്ട്രം എന്ന ഉത്കൃഷ്ട മാതൃക ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിന്റെ ഏത് ഭാഗത്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്, അല്ലെങ്കിൽ DPSPയിലാണ് ക്ഷേമരാഷ്ട്രം എന്ന ഉത്കൃഷ്ട മാതൃക ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 42 എന്താണ് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 42 എന്താണ് പ്രതിപാദിക്കുന്നത്? ന്യായവും മാനുഷികവുമായ തൊഴിൽ അന്തരീക്ഷത്തിനും പ്രസവാനുകൂലത്തിനും വേണ്ടിയുള്ള വ്യവസ്ഥകളാണ് അനുച്ഛേദം 42 പ്രതിപാദിക്കുന്നത്. അടുത്ത് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ നിർണയിക്കുന്നത് എന്തിനെയാണ്? നിർദ്ദേശക തത്വങ്ങൾ മുഴുവൻ സമൂഹത്തിന്റെയും ക്ഷേമത്തിനെയാണ്. പറയുന്നതിൽ ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. മുഴുവൻ സമൂഹത്തിന്റെയും ക്ഷേമമാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP നിർണയിക്കുന്നത്. അടുത്ത് നോക്കാം. ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്. നിർദ്ദേശക തത്വങ്ങൾ DPSPയിലാണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഭരണഘടനയിൽ കാണപ്പെടുന്നത്. ഇനി പറയുന്നവയിൽ ഏതാണ് രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വത്തിൽ വരുന്നത്? രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വത്തിൽ വരുന്നത് ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഈ പറയുന്ന ഗ്രൂപ്പിൽ രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വത്തിൽ DPSPയിൽ വരുന്നതാണ്. ബാക്കിയൊന്ന് ന്യൂനപക്ഷങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക, വ്യക്തി സ്വാതന്ത്ര്യം, ഇതൊന്നും DPSPയിൽ ഉൾപ്പെടുന്നവയല്ല. ലൈംഗിക ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ഗ്രാമപഞ്ചായത്തിന്റെ സംഘാടനം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിലാണ്? താഴെ പറയുന്ന എന്തിലാണ്? ഗാന്ധിയൻ തത്വങ്ങളിലാണ്. ഗാന്ധിയൻ തത്വങ്ങളിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ സംഘാടനം അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കാൻ നിർദ്ദേശിക്കുന്നത് ഏതിലാണ്? ഓപ്ഷൻ ബി ആണ്. നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങളിലാണ് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കാനായി നിർദ്ദേശിക്കുന്നത്. അടുത്ത ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണകൂട നയങ്ങളുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് കീഴിലുള്ള അനുച്ഛേദം 45 നൽകുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. സൗജന്യ നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് കീഴിലുള്ള അനുച്ഛേദം 45
പ്രസ്താവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗം എന്താണ്? 4ാം ഭാഗം രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP ആണ് പാർട്ട് 4 കാണപ്പെടുന്നത്. 1978 44ാം ഭേദഗതി നിയമപ്രകാരം ഇനി പറയുന്നവയിൽ ഏത് അനുച്ഛേദമാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായി കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 38 ആണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ, അതായത് DPSPയെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 44ാം ഭരണഘടനാ ഭേദഗതി അനുച്ഛേദം 38-ലൂടെയാണ്. അടുത്ത് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ്സ് ഈ പറയുന്ന പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. താഴെ പറയുന്നവയിൽ ആരാണ് ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരൻ അല്ലാത്തത്? ഈ ഗ്രൂപ്പിൽ ഇന്ത്യൻ പൗരൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം കുറച്ച് വർഷമായിട്ട് കഴിഞ്ഞ 1-2 വർഷമൊക്കെ ആയിട്ടാണെന്ന് പറയാം പ്രസ്താവന ചോദ്യങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ SCERT ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരൻ അല്ലാത്തത്? ഇന്ത്യൻ പൗരൻ അല്ലാത്തതിൽ ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി മുതൽ നോക്കാം. ഇന്ത്യയിൽ ജനിച്ച വ്യക്തി ഇന്ത്യൻ പൗരനാണ്. രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് 5 വർഷത്തിൽ കുറയാതെ സാധാരണയായി ഇന്ത്യയിൽ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി, തീർച്ചയായും 5 വർഷമായ ഒരു വ്യക്തിക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അല്ലേ? അപ്പൊ അത് ഇന്ത്യൻ പൗരൻ അല്ലാത്തൊരു വ്യക്തിയല്ല. ഇന്ത്യൻ പ്രദേശത്ത് ജനിച്ച മാതാപിതാക്കളുള്ള വ്യക്തി, അതും ഇന്ത്യൻ പൗരനാവാം. അടുത്ത് നോക്കിയേ. ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിന്റെ പൗരത്വം സ്വമേധയാ നേടിയ വ്യക്തി, മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടിയ വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം തീർച്ചയായും നഷ്ടപ്പെടും അല്ലെ? അപ്പൊ ഇന്ത്യൻ പൗരൻ അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. അടുത്ത് നോക്കിയേ. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ പൗരനാകാൻ വ്യവസ്ഥയില്ലാത്തതിൽ വസ്തു സമ്പാദിക്കുന്നതിലൂടെ ഒരിക്കലും ഇന്ത്യൻ പൗരനാകാൻ സാധിക്കില്ല. ജന്മസിദ്ധമായ പൗരാവകാശത്തിലൂടെ സാധിക്കും, പിന്തുടർച്ച വഴി സാധിക്കും, ചിരകാല അധിവാസം മുഖേന സാധിക്കും. പറ്റാത്തത് വസ്തു സമ്പാദിക്കുന്നതിലൂടെയാണ്. അടുത്ത് നോക്കി. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിക്കാൻ യോഗ്യതയുള്ളത്? ഇന്ത്യൻ പൗരത്വം നേടാൻ വ്യവസ്ഥകളിലൂടെ യോഗ്യതയുള്ളത് ആർക്കാണ്? ഈ വ്യവസ്ഥകളിലൂടെ ആർക്കാണ് ഇന്ത്യൻ പൗരത്വം നൽകാൻ യോഗ്യതയുള്ളത്? ആർക്കാണ്? ഓപ്ഷൻ എ ആണ്. പാർലമെന്റിനാണ്. ഇന്ത്യൻ പൗരത്വം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായതാണ് കാണേണ്ടത്. ഇന്ത്യയിൽ ജനിച്ചാൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യക്കാരനായ ഒരാൾക്ക് മാത്രമേ പൗരത്വം നേടാൻ കഴിയുള്ളൂ എന്നാണ് ഇതിലെ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ നോക്കിയ. രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടണമെങ്കിൽ ഇന്ത്യയിൽ 1 വർഷത്തെ താമസം ആവശ്യമാണ്. അത് തെറ്റാണ്. 5 വർഷത്തെ പൗരത്വം ആവശ്യമാണ്. ചിരകാലാധിവാസം വഴി പൗരത്വം നേടണമെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തി 5 വർഷത്തേക്ക് ഇന്ത്യയിൽ താമസിക്കണം. അത് തെറ്റാണ്. 10 വർഷമാണ്. ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമല്ല. അതും തെറ്റാണ്. ബാധകമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യൻ പൗരത്വ നിയമം 1955 അനുസരിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള ഒരു രീതി അല്ലാത്തത്? ഈ പറയുന്ന ഏത് ഓപ്ഷനിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ 1950 ജനുവരി 26 ശേഷമോ ജനിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയോ ശത്രു രാജ്യത്തുള്ളവരുടെയോ മക്കൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കുകയില്ല. അത് ശരിയാണ്. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരിൽ ജനിച്ച കുട്ടികൾ ഭരണഘടനയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പ്രദേശം ഉൾപ്പെടുത്തൽ, നാച്ചുറലൈസേഷൻ, ഇതൊന്നും ഭരണഘടനയിൽ പൗരത്വം നേടുന്നതിനുള്ള ഒരു രീതി. ഇവയൊക്കെ ആണ്. ഓക്കെ, നമുക്കിവിടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത്. രജിസ്ട്രേഷൻ വഴി പൗരത്വം നേടുന്നതിന് ഒരു വ്യക്തി അപേക്ഷ സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് എത്ര വർഷമാണ് ഇന്ത്യയിൽ താമസിക്കേണ്ടത്? 7 വർഷമാണ്. 7 വർഷം. ഒരു വ്യക്തി വിദേശത്ത് ജനിച്ചാൽ എങ്ങനെ ഇന്ത്യൻ പൗരനാകാൻ സാധിക്കും? വ്യക്തിയുടെ ജനന സമയത്ത് മാതാവോ അമ്മയോ പിതാവോ ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാകാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയുടെ പൗരത്വ വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്ന ഭാഗവും ആർട്ടിക്കിളും ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഭാഗം 2 ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യൻ
പൗരന്മാരാകാതിരിക്കാൻ സ്വമേധയാ ഒരു വിദേശ സംസ്ഥാനത്തിന്റെ പൗരത്വം നേടിയെടുക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 9 ആണ്. ആർട്ടിക്കിൾ 9 വിദേശ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലെ ഏക പൗരത്വം അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം സ്വീകരിച്ചത്. ഒരു നല്ല പൗരൻ നല്ല സംസ്ഥാനവും മോശം പൗരൻ മോശം സംസ്ഥാനവും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് ഒരു നല്ല പൗരൻ നല്ല സംസ്ഥാനവും മോശം പൗരൻ മോശം സംസ്ഥാനവും ഉണ്ടാക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത്. ഇനി പറയുന്നവയിൽ ഏത് രീതിയിലൂടെയാണ് പൗരത്വം നേടിയെടുക്കാൻ കഴിയുക? ഏതിലൊക്കെ കാര്യങ്ങളിൽ കൂടെ പൗരത്വം നേടിയെടുക്കാൻ കഴിയും? ജന്മം കൊണ്ട് കഴിയും, പാരമ്പര്യം കൊണ്ട് കഴിയും, രജിസ്ട്രേഷൻ കൊണ്ട് കഴിയും, അഭ്യർത്ഥന കൊണ്ട് കഴിയില്ല. അപ്പോൾ 1, 2, 3 ഈ 3 കാര്യങ്ങളും കൊണ്ട് കഴിയും. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണ് ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാകാൻ പാടില്ലാത്തത് ഏതുകൊണ്ടാണ്? മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടുന്ന ആൾക്ക് ഇന്ത്യൻ പൗരനാകാൻ സാധിക്കില്ല. വിദേശ രാജ്യത്ത് 5-ലധികം വർഷം ജീവിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യൻ പൗരത്വം അവസാനിക്കില്ല. വിദേശ കോടതി ശിക്ഷ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകില്ല. മറ്റൊരു രാജ്യത്ത് ജോലി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകില്ല. പക്ഷെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടിയാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാകും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. പൗരത്വം നേടുന്നതിനുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിക്കാൻ യോഗ്യതയുള്ള ബോഡി താഴെ പറയുന്നവയിൽ ഏതാണ്? പാർലമെന്റ് ആണ്. പാർലമെന്റിനാണ് പൗരത്വം നേടുന്നതിനുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിക്കാൻ യോഗ്യതയുള്ള ബോഡി. ഇന്ത്യയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1950 ജനുവരി 26-നോ അതിനുശേഷമോ ജനിച്ച ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണ്. അത് ശരിയാണ്. 1987 ജൂലൈ 1-ന് മുമ്പ് ജനിച്ച ഏതൊരു വ്യക്തിയും മാതാപിതാക്കളുടെ ദേശീയത പരിഗണിക്കാതെ ജനനം കൊണ്ട് ഇന്ത്യൻ പൗരനാണ്. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. NRCയെ കുറിച്ച് എന്താണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളതെന്നാണ്. NRCയെ കുറിച്ച് എന്താണ് ഇവിടെ ശരിയായിട്ടുള്ളത്? 1951 സെൻസസിന് ശേഷം തയ്യാറാക്കിയ രജിസ്റ്റർ ആണ് NRC. അത് ശരിയാണ്. നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് ആണ് NRC എന്ന് പറഞ്ഞാൽ. ഇത് ഓരോ ഗ്രാമത്തിന്റെയും കുടുംബത്തിന്റെയും ഡേറ്റ ഉൾക്കൊള്ളുന്നു. ഇത് 1951 പ്രസിദ്ധീകരിച്ചു. ഇത് ശരിയാണ്. 1971 ഇലക്ട്രൽ റോളിനൊപ്പം NRCയെ ലെഗസി ഡേറ്റ എന്ന് വിളിക്കുന്നതും ശരിയാണ്. അപ്പം 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണെന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് പൗരത്വം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പൗരത്വം ഏത് പട്ടികയിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടന പൗരന്മാരെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഭരണഘടന പൗരന്മാരെ നിർവചിക്കുന്നില്ല. ഭരണഘടനയിൽ പൗരനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏത് ഭേദഗതി നിയമത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ട്രിബ്യൂണലുകൾ ചേർത്തത്? ഓപ്ഷൻ എ ആണ്. 42-ാം ഭേദഗതിയിലൂടെയാണ് ട്രിബ്യൂണൽസ് ഭരണഘടനയിൽ ആഡ് ചെയ്തത്. ഇനി പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് ആർട്ടിക്കിൾ 21A അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ ഡി ആണ്. 86 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. കൂറുമാറ്റത്തിന്റെ പേരിൽ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭയിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിന് ഇനി പറയുന്ന ഭേദഗതികൾ നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന 10-ാം ഷെഡ്യൂൾ ചേർക്കുകയും ചെയ്തത് ഏത് ഭേദഗതി നിയമത്തിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ്. 52-ാം ഭേദഗതി നിയമത്തിലൂടെയാണ്. അടുത്ത് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകൾ ഇന്ത്യയിലെ അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നതെന്ന് ഉറപ്പാക്കുന്ന ഭേദഗതി നിയമം? ഓപ്ഷൻ ബി ആണ്. 73-ാം ഭേദഗതി നിയമമാണ്. GST അവതരിപ്പിച്ച ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 74-ാം ഭരണഘടനാ ഭേദഗതി നിയമം ഏത് ഭാഗം ചേർത്ത് മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടന അംഗീകാരം നൽകി? ഏത് ഭാഗത്തിലൂടെയാണ്?
ഭാഗം 9A ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത് നോക്കാം. 24ാം ഭേദഗതി എന്താണ് കൈകാര്യം ചെയ്യുന്നത്? 24ാം ഭേദഗതി മൗലിക അവകാശങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനായി നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. 86ാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമായി നൽകിയിരിക്കുന്നത്. ഇനി പറയുന്നവയിൽ ഏത് ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻ സി ആണ്. 61ാം ഭേദഗതിയാണ് 61ാം ഭേദഗതി. പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ടോപ്പിക്സുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് അടുത്തു വരുന്നത്. നോക്കാം. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി എത്ര തസ്തികകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. 1/3, 1/3 ഭാഗങ്ങളാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലുമായി സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികകൾ. അടുത്ത് നോക്കിയേ. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായിട്ടുള്ളതാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. പഞ്ചായത്തുകളെ സംബന്ധിക്കുന്ന ഭരണഘടനയിലെ 9 വ്യവസ്ഥകൾ 5ാം ഷെഡ്യൂൾ പ്രദേശങ്ങൾക്ക് ബാധകമല്ല. പഞ്ചായത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് ശരിയാണ്. 5ാം ഷെഡ്യൂൾ പ്രദേശങ്ങൾക്ക് 9 പറയുന്ന കാര്യങ്ങൾ, വ്യവസ്ഥകൾ ബാധകമല്ല. അടുത്ത് പറയുന്നത് നിലവിൽ 7 സംസ്ഥാനങ്ങൾക്കാണ് 5ാം ഷെഡ്യൂൾ ഏരിയകളുള്ളതെന്നുള്ള തെറ്റാണ്. ഇത്തരം മേഖലകൾക്കായി 1996 പാർലമെന്റ് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ആക്ട് നിയമം കൊണ്ടുവന്നു എന്നുള്ള അത് ശരിയാണ്. അപ്പോൾ ഇവിടെ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. പഞ്ചായത്ത് രാജ് ഏത് ഷെഡ്യൂളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് 11ാം ഷെഡ്യൂളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് ബോഡിയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്? ഏത് ബോഡിയുടെയാണ്? ഗ്രാമസഭയുടെയാണ് അല്ലെ. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് ഏത് ഭേദഗതി നിയമത്തിലൂടെയാണ്? 73ഉം 74ഉം. 73 പഞ്ചായത്തിനെ കുറിച്ചും 74 മുനിസിപ്പാലിറ്റി നഗരസഭയെക്കുറിച്ചും പറയുന്ന ഭേദഗതി നിയമങ്ങളാണ്. അപ്പോൾ 73ഉം 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നിലവിൽ വന്നത്. അടുത്ത് നോക്കാം. ധനകാര്യ കമ്മീഷനിൽ നിന്ന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കുള്ള സഹായധനം ആർക്കാണ് അനുവദിക്കേണ്ടത്? ഓപ്ഷൻ സി ആണ്. ഗ്രാമപഞ്ചായത്തിനാണ്. ധനകാര്യ കമ്മീഷനിൽ നിന്ന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കുള്ള സഹായധനം അനുവദിക്കേണ്ടത് ആർക്കാണ്? ഗ്രാമപഞ്ചായത്തിനാണ്. താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇനി പറയുന്ന ഭേദഗതികളിൽ ഏതാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന് ഭരണഘടനാ പദവി നൽകുന്നത്? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ, ഏത് ഭേദഗതി നിയമത്തിലൂടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 73ാം ഭേദഗതി നിയമത്തിലൂടെയാണ്. മറന്നുപോകരുത്, 73ാം ഭേദഗതി നിയമത്തിലൂടെ. പഞ്ചായത്ത് സമിതിയിലെ ചീഫ് ഓഫീസർ ആരായിരിക്കും? ചീഫ് ഓഫീസർ വികസന ഓഫീസർ ആയിരിക്കും. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ത്രിതല സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ത്രിതല സംവിധാനമുണ്ട്. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ത്രിതല സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വില്ലേജ് കമ്മിറ്റിയാണ് ഉൾപ്പെടാത്തത്. അടുത്ത് നോക്കാം. ഒരു ജില്ലാ പരിഷത്ത് പിരിച്ചുവിടാൻ ആർക്കാണ് കഴിയുക? ജില്ലാ പരിഷത്ത് പിരിച്ചുവിടാൻ ആർക്കാണ് കഴിയുക? സംസ്ഥാന സർക്കാരിനാണ് കഴിയുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഒരു എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി പറയുന്നവയിൽ ഏതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം അല്ലാത്തത്? താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. പകർച്ചവ്യാധികൾ തടയലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം അല്ലാത്തത്. ജനാധിപത്യത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിൻ്റെ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ 1986 രാജീവ് ഗാന്ധി നിയോഗിച്ച കമ്മിറ്റിയുടെ പേരെന്തായിരുന്നു? GVK റാവു കമ്മിറ്റിയാണ്. GVK റാവു കമ്മിറ്റിയാണ് ജനാധിപത്യത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിൻ്റെ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ രാജീവ് ഗാന്ധി നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് GVK റാവു കമ്മിറ്റി. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്.
ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ, ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ലോർഡ് റിപ്പൺ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവായി അറിയപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പഞ്ചായത്ത് രാജ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തിരിക്കണം, പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവും ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി എന്നുള്ള കാര്യം മറക്കരുത്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജനകീയ ആസൂത്രണം എം.എൻ. റോയി ആണ്. അപ്പോൾ ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം.എൻ. റോയിയും ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയും പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനവും ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനവും ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന സെക്കൻഡ് സ്റ്റേറ്റ്, രണ്ടാമത്തെ സംസ്ഥാനവും സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വേറൊന്ന് കണ്ടല്ലോ, ആദ്യമായി പഞ്ചായത്ത് രാജ് സിസ്റ്റം ആദ്യമായി ഏത് സംസ്ഥാനത്തിലാണ് വന്നത്? രാജസ്ഥാനിലാണ് ആദ്യമായി പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്. അപ്പോൾ രണ്ടാമതായി വന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി എവിടെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ രണ്ടാമതായി വന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, നരസിംഹ റാവു ആണ്. നരസിംഹ റാവു ആണ് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന് നിയമമുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ബീഹാറിലാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന് നിയമമുള്ള സംസ്ഥാനം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്നതിന് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഒരു സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24 ഏപ്രിൽ 24 പഞ്ചായത്ത് ദിനമായി, പഞ്ചായത്ത് ഡേ ആയി ആചരിക്കുന്നത്. ത്രിതല പഞ്ചായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താണ്? ത്രിതല പഞ്ചായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഗ്രാമസഭയാണ്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? എൽ.എം. സ്വിങ്ങി കമ്മിറ്റിയാണ്. എൽ.എം. സ്വിങ്ങി. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപീകരിച്ച് ഭരണഘടനാ പദവി ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? എൽ.എം. സിംഗ്വി കമ്മിറ്റിയാണ്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? എം.എൻ. റോയി ആണ്. നമ്മൾ മുന്നേ കണ്ടതാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് എന്നും ഗ്രാമ സ്വരാജ് എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ചത് ആരാണ്? ഓർമ്മ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടണേ. പഞ്ചായത്തുകളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 40. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നടത്തിപ്പ് ചെയ്യുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണ്. 21 വയസ്സാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മലയാളി ആരായിരുന്നു? അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മലയാളി ആരാണ്? EMS ആണ്. EMS ആണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മലയാളി. നമ്മൾ നേരത്തെ കണ്ടല്ലോ, പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന്
ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? LM സിംഗ്വി കമ്മിറ്റി. അടുത്ത് നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്രയാണ്? 50%. 50%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 5 വർഷം. നഗരപാലിക നിയമം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ? 73 പഞ്ചായത്ത് രാജും 74ാമത്തെ ഭേദഗതി നഗരപാലികയുമാണ്. ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പഞ്ചായത്ത് രാജ് വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 9ാമത്തെ പാർട്ടിലാണ് പഞ്ചായത്ത് രാജ് എന്നുള്ള വിഷയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ചെന്നൈ കോർപ്പറേഷനാണ്. കേരളത്തിൽ ഇപ്പോൾ എത്ര ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്? 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ട ജാമ്യത്തുക ഏതാണ്? എത്രയാണ്? ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ട ജാമ്യത്തുക എത്രയാണ്? 1000 ആണ്. 1000. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ട ജാമ്യത്തുക 1000 ആണ്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ്, എറണാകുളമാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജലനയം നടപ്പിലാക്കിയ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, പെരുമണ്ണയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലനയം നടപ്പിലാക്കിയ പഞ്ചായത്താണ് പെരുമണ്ണ. ഇന്ത്യയിൽ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. ആദ്യ കയർ ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? ആദ്യ കയർ ഗ്രാമം വയലാറാണ് ആദ്യത്തെ കയർ ഗ്രാമമായി അറിയപ്പെടുന്നത്. ആദ്യ സിദ്ധ ഗ്രാമമായി അറിയപ്പെടുന്നത് ഏതാണ്? ആദ്യ സിദ്ധ ഗ്രാമം ചന്തിരൂറാണ് ആദ്യത്തെ സിദ്ധ ഗ്രാമമായി അറിയപ്പെടുന്നത്. ആദ്യ ഇക്കോ കയർ ഗ്രാമമായി അറിയപ്പെടുന്നത് ഏതാണ്? ആദ്യ ഇക്കോ കയർ ഗ്രാമമായി അറിയപ്പെടുന്ന ഹരിപ്പാടാണ്. ആദ്യ വ്യവസായ ഗ്രാമമായി അറിയപ്പെടുന്നത് പന്മന. ആദ്യ ടൂറിസ്റ്റ് ഗ്രാമമായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കുമ്പളങ്ങിയാണ് ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമമായി അറിയപ്പെടുന്നത്. ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമായി അറിയപ്പെടുന്ന ഏതാണ്? മാതൃകാ മത്സ്യബന്ധന ഗ്രാമമായി അറിയപ്പെടുന്നത് കുമ്പളങ്ങി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 324 കേരള PSC നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1956 PSC നിലവിൽ വന്ന വർഷം. കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് വജാഹത്ത് ഹബീബുള്ള. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെന്നാണ് ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ആദ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയും ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നു ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അടുത്ത, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? സ്വീഡനാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ രാജ്യം. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി ആരായിരുന്നു? ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി ആരാണ്? VP മേനോനാണ് ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതി ഏതാണ്? 1974 44 ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതി. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി എത്ര തസ്തികകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, അത് 1/3 ആണ് അല്ലേ, 1/3 ഭാഗമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അടിയന്തര വ്യവസ്ഥകളുള്ളത്? അടിയന്തര ഏത് ഭാഗത്താണ്? 18ാം ഭാഗം. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗത്താണ് അടിയന്തര വ്യവസ്ഥകളുള്ളത്. എത്ര തരം അടിയന്തരാവസ്ഥകളാണുള്ളത്?
3 തരം അല്ലേ, 3 തരം അടിയന്തരാവസ്ഥകളാണുള്ളത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 360 പ്രകാരമാണ് ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ബാഹ്യ അധിനിവേശത്തിൽ നിന്നും ആന്തരിക അസ്വസ്ഥതകളിൽ നിന്നും സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയന്റെ കടമ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 355 ആർട്ടിക്കിളിലൂടെയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ 359. നമുക്കറിയാം, എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് 3-ാം ഭാഗത്തിൽ നമുക്ക് കുറച്ച് റൈറ്റ്സ് പറയുന്നുണ്ട് അല്ലേ. ആ റൈറ്റ്സ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധിക്കും. ഇത് നിർത്തിവെക്കുന്നത് ആർട്ടിക്കിൾ 359 അണ്ടറിലാണ്. സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 356 ഇത് കൈകാര്യം ചെയ്യുന്നത്. ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പരമാവധി കാലയളവ് എത്രയാണ്? ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഒരു കാലാവധി പരാമർശിച്ചിട്ടില്ല. ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുമില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അടുത്ത്, സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കേസ് അല്ലെങ്കിൽ വിധികൾ ഏതാണ്? രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സുപ്രീം കോടതി കേസ് ഏതാണ്? DSR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസാണ്. ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അടിയന്തര ഘട്ടങ്ങളിൽ ആർട്ടിക്കിൾ 19 വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 358 ആണ്. ആർട്ടിക്കിൾ 19 നമുക്ക് കുറച്ച് റൈറ്റ്സ് പറയുന്നുണ്ട്. ഈ റൈറ്റ്സ് എമർജൻസി ടൈമിൽ നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 358 ആണ്. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ നിന്നും തെറ്റായ ഉത്തരമാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. തെറ്റായത് ഏതാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ ഇതുവരെ 3 തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിയാണ്. 1971 ഡിസംബറിലാണ് ദേശീയ അടിയന്തരാവസ്ഥയുടെ ആദ്യ പ്രഖ്യാപനം നടന്നതെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 2 ആണ്. 2 മാത്രം എന്നുള്ളതാണ് ആൻസർ. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായതാണ് ഇതിൽ നിന്ന് കണ്ടെത്താനുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ സ്വയമേവ താൽക്കാലികമായി നിർത്തിവയ്ക്കില്ല. 20, 21 നിർത്തിവയ്ക്കില്ല. അത് ശരിയാണ്. ദേശീയ അടിയന്തരാവസ്ഥയുടെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി സ്വയമേ നിർത്തിവെക്കുന്നു. ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 അണ്ടറിൽ വരുന്ന മൗലിക അവകാശങ്ങൾ. അത് ശരിയാണ്. യുദ്ധത്തിൻ്റെയോ ബാഹ്യ ആക്രമണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കുമ്പോൾ മാത്രമേ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ശരിയാണ്. ഇവിടെ 1, 2, 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത്, ആർക്കാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിൻവലിക്കാൻ കഴിയുക? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിൻവലിക്കുക ആരാണ്? പ്രസിഡൻ്റാണ് പിൻവലിക്കുന്നത്. ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ശരിയായത് ഏതാണ്? ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണ് നോക്കാം. അവസാനത്തെ നോക്കിയ സായുധ കലാപം എന്ന വാക്ക് 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഭരണഘടനയിൽ ചേർത്തു. അത് ശരിയാണ്. പാർലമെൻറ്റിൻ്റെ 2 സഭകളും അംഗീകരിച്ചാൽ അടിയന്തരാവസ്ഥ 6 മാസത്തേക്ക് തുടരും. അത് ശരിയാണ്. ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് പാർലമെൻറ്റ് അംഗീകാരം നൽകിയത് 1 മാസത്തിനകം പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥയ്ക്ക് അംഗീകാരം 1 മാസത്തിനുള്ളിൽ നൽകണമെന്നാണ്. അതും ശരിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം 1978 ഇന്ത്യയുടെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് ദേശീയ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കാൻ രാഷ്ട്രപതിയെ പ്രാപ്തനാക്കി. ഭരണഘടനാ ഭേദഗതി തെറ്റാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത, രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവ ഉപയോഗിച്ച് തെറ്റായ ഉത്തരവാണ് നമുക്ക് കാണേണ്ടത്. നോക്കാം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഒരു വിളംബരത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളും
അതിൻ്റെ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 6 മാസത്തിനകം അംഗീകാരം നൽകണം. അത് തെറ്റാണ്. അത് ഇഷ്യൂ ചെയ്ത് 1 മന്ത് 1 മാസത്തിനുള്ളിലാണ് അംഗീകാരം നൽകേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓരോ 9 മാസത്തിലും പാർലമെൻറ്റ് അംഗീകാരത്തോടെ പരമാവധി 3 വർഷത്തേക്ക് ഇത് നീട്ടാം. അത് തെറ്റാണല്ലോ. 6 മാസത്തേക്കാണ് ആദ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നെക്സ്റ്റ് 6 മാസത്തേക്കാണ് നീട്ടാൻ പറ്റുക, 9 മാസത്തേക്കല്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളതല്ലേ കാണേണ്ടത്. ഇവിടെ 1ഉം 2ഉം തെറ്റായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായ ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തണം. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. അത് ശരിയാണ്. 1991 സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളത് തെറ്റാണ്. അത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത് നോക്കാം. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ നിന്ന് ശരിയായ ഉത്തരമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ ഭരണഘടനയുടെ 111 ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് ശരിയാണ്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള അനുച്ഛേദങ്ങൾ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നു. ഇതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ഇവിടെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനായി സായുധ കലാപം എന്ന വാക്ക് ഭരണഘടനയിൽ ചേർത്തത് എപ്പോഴാണ്? 44 ഭരണഘടന ഭേദഗതി നിയമത്തിന് ശേഷമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത് പാർലമെൻറ്റ് എത്ര പെട്ടെന്നാണ് അംഗീകരിക്കേണ്ടത്? അതായത് ദേശീയ അടിയന്തരാവസ്ഥ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റിൽ പാസ്സാക്കാനുള്ള ഒരു ഡ്യൂറേഷൻ, എത്ര കാലാവധിക്കുള്ളിലാണ് പാർലമെൻറ്റ് പാസ്സാക്കേണ്ടത്? 1 മാസത്തിനകമാണ് പാസ്സാക്കേണ്ടത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെൻറ്റിൻ്റെ 2 സഭകളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര മാസത്തേക്കാണ് പ്രാബല്യത്തിൽ വരുന്നത്? എത്രത്തോളം കാലത്തേക്കാണ്? 6 മാസത്തേക്കാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയിൽ എത്ര തവണയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. ഒരിക്കലുമില്ല. ഒരു പ്രാവശ്യം പോലും സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടില്ല. അടുത്ത് നോക്കിയേ. ദേശീയ അടിയന്തരാവസ്ഥയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സ്വയമേ ഇല്ലാതാകാത്തത്? അതായത് ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യാത്ത ആർട്ടിക്കിൾ ഇതിൽ ഏതൊക്കെയാണ്? ബിയും സിയും 20ഉം 21 സസ്പെൻഡ് ചെയ്യില്ല അല്ലേ? 19 സസ്പെൻഡ് ചെയ്യും. 20, 21 സസ്പെൻഡ് ചെയ്യൂല. അപ്പോൾ ബിയും സിയും സസ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 മൗലിക അവകാശങ്ങൾ യുദ്ധത്തിൻ്റെയോ ബാഹ്യ ആക്രമണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ദേശീയ അടിയന്തരാവസ്ഥയിൽ യാന്ത്രികമായി നിർത്തലാക്കപ്പെടുന്നു. അത് ശരിയാണ്. ആർട്ടിക്കിൾ 19 പറയുന്ന മൗലിക അവകാശങ്ങൾ യുദ്ധത്തിൻ്റെയോ ബാഹ്യ ആക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തന്നെ സസ്പെൻഡ് ചെയ്യുന്നു. സായുധ കലാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 19 മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയില്ല. അത് ശരിയാണ്. ആർട്ടിക്കിൾ 19 അണ്ടറിൽ 5 മൗലികാവകാശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ മൗലികാവകാശങ്ങൾ നാഷണൽ എമർജൻസി ഉണ്ടാകുന്നത് ഇപ്പോൾ യുദ്ധത്തിൻ്റെയോ ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. ബാഹ്യ ആക്രമണത്തിൻ്റെയോ യുദ്ധത്തിൻ്റെയോ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് സസ്പെൻഡ് ആവും. ഇനി സായുധ കലാപമാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തുള്ള ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 അണ്ടറിൽ പറയുന്ന 5 മൗലിക അവകാശങ്ങൾ നിർത്തിവെക്കേണ്ടതായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. ദേശീയ അടിയന്തരാവസ്ഥ അവസാനിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 യാന്ത്രികമായി പുനരുജ്ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ ഇഷ്യൂ ഇല്ല, യുദ്ധവും ഇൻറ്റേർണൽ സായുധ കലാപമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യുകയും എമർജൻസി നിർത്തലാക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ അതെന്ത് ചെയ്യും? പുനരുജ്ജീവിക്കുകയും ചെയ്യുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ ഡി നോക്കിയേ. ഒരു ദേശീയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രപതിയുടെ ഉത്തരവിന് ശേഷം ആർട്ടിക്കിൾ 19 മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. കാരണം അടിയന്തരാവസ്ഥ നടപ്പിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ആർട്ടിക്കിൾ 19 കാര്യങ്ങൾ റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെ ഉത്തരവിന് അതിന് പ്രത്യേകമായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി മാത്രമാണ്.
അടുത്ത് നോക്കാം. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ എത്ര തവണയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഈ ദേശീയ അടിയന്തരാവസ്ഥ 3 തവണയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത് നോക്കാം. ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഭാഗം 20 അടിയന്തര വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള തെറ്റാണ്. ഒരു അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഔപചാരിക ഭേദഗതി കൂടാതെ ഫെഡറൽ ഘടനയെ ഏകീകൃത ഒന്നാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അടിയന്തരാവസ്ഥ അല്ലാത്ത നോർമൽ സിറ്റുവേഷനിൽ ഇന്ത്യയിൽ ഫെഡറലിസമാണ്. എന്നാൽ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫെഡറലിസം ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യുകയും ഒരു ഫെഡറൽ ഘടന ഏകീകൃത ഒന്നായി മാറപ്പെടുന്നു. അത് ശരിയാണ്. അപ്പോൾ 2 മാത്രമാണ് ഇവിടെ ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി പറയുന്നവ പരിശോധിക്കുക. നോക്കാം. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എത്ര എൻട്രിയാണുള്ളത്? 97 എൻട്രികൾ തന്നെയാണുള്ളത്. രണ്ടാമത്തെ സംസ്ഥാന ലിസ്റ്റിലാണെങ്കിലോ 47 എൻട്രികളും കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ 66 എൻട്രികളുമാണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അടുത്ത് നോക്കാം. ഇനി പറയുന്ന ജോഡി ലിസ്റ്റും ഉള്ളടക്കവും ഏതാണ് ശരിയായി പൊരുത്തപ്പെട്ടിരിക്കുന്നത്? ഏതാണ് ശരിയായി പൊരുത്തപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. സംസ്ഥാന പട്ടിക, ഇവിടെ ഒരു ഹൈഫൺ ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റൊക്കെ. ഓക്കെ, സംസ്ഥാന പട്ടികയിൽ പൊതുജനാരോഗ്യം, ശുചിത്വം ഒക്കെ വരുന്ന സംസ്ഥാന പട്ടികയിലാണ്, ശരിയാണ്. യൂണിയൻ ലിസ്റ്റിലാണ് പൗരത്വവും പ്രകൃതിവൽക്കരണവും ഒക്കെ വരുന്നത്, ശരിയാണ്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് ലീഗൽ, മെഡിക്കൽ മറ്റുള്ളവയൊക്കെ അടങ്ങിയിരിക്കുന്നത്, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായത് 1, 2, 3 ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് നോക്കാം. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ള വിഷയങ്ങളുടെ എണ്ണം എത്രയാണ്? കൺകറൻറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം 52 ആണ്. അവശിഷ്ട അധികാരം ആരുടെ കയ്യിലാണ്? അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയും. റെസിഡ്യൂറി പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരം ആരുടെ കൈവശമാണുള്ളത്? പാർലമെൻറ്റിൻ്റെ കൈവശമാണ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം എത്രയാണ്? യൂണിയൻ ലിസ്റ്റിൽ 97 സബ്ജക്റ്റാണുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ ഉള്ള വിഷയങ്ങളുടെ കാര്യത്തിൽ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? യൂണിയൻ ലിസ്റ്റിൽ പാർലമെൻറ്റാണ് നിയമം നിർമ്മിക്കുന്നത്. ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 7th ഷെഡ്യൂളാണ്. ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 246 ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം എത്രയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ എണ്ണം 66 വിഷയങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുടെ കാര്യത്തിൽ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും, യൂണിയൻ ലിസ്റ്റ് ആണെങ്കിലോ പാർലമെൻറ്റും ആണ്. ഇനി കൺകറൻറ്റ് ലിസ്റ്റ് ആണെങ്കിൽ സെൻറ്ററിനും സ്റ്റേറ്റിനും ഒരുമിച്ച് ചേർന്ന് നിയമം നടപ്പിലാക്കാൻ നമുക്കറിയാം. റെസിഡ്യൂറി പവേഴ്സ് ആണെങ്കിലും അത് പാർലമെൻറ്റിൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ആ സിലബസ് അടിസ്ഥാനത്തിൽ ഓരോ സബ്ജക്റ്റ് വൈസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.